Good afternoon, all. Good afternoon, ma'am. Good afternoon. From medical record, നമ്മൾ എടുത്തു തുടങ്ങിയത് മെഡിക്കൽ റെക്കോർഡാണ്. ജസ്റ്റ് കുറച്ച് പറഞ്ഞു പോയി അല്ലേ? നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവുന്ന ഭാഗങ്ങളിലേക്ക് എത്തി. എന്തായാലും വായിച്ചു നോക്കി കാണും അല്ലേ? Yes, ma'am. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയെന്നോ ആരെങ്കിലും പറയാമോ? Patient master index. Patient. മാസ്റ്റർ ഇൻഡെക്സ് വരെയാണ് പറഞ്ഞത് അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ ജസ്റ്റ് അല്ലെ മെഡിക്കൽ റെക്കോർഡിന്റെ പോളിസികളുടെ സ്റ്റാർട്ടിങ് ആയിരുന്നു. ആദ്യം തന്നെ നമ്മൾ നമ്പർ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങിയത്. സ്റ്റാർട്ട് ചെയ്യാനോ ഡൗട്ടുകൾ വല്ലതും ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്? പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ് അല്ലെ? പേഷ്യന്റിന്റെ ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡിന്റെ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ആ നയരൂപീകരിച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ് മെഡിക്കൽ റെക്കോർഡുകളൊക്കെ രേഖപ്പെടുത്തേണ്ടത്. തീർച്ചയായിട്ടും അല്ലെ വെറുതെ അവിടെ നിന്നും എഴുതുന്ന പേഷ്യന്റിന്റെ നെയിമും കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തു നോക്കേണ്ട സമയം വരുമ്പോൾ അല്ലെ കൃത്യമായിട്ട് എടുത്തു നോക്കാനൊക്കെ ആയിട്ട് സാധിക്കില്ല. ഓക്കെ, അത് പറയാം. മാസ്റ്റർ ഇൻഡെക്സ് അല്ലെ, അതായത് നമ്മൾക്ക് ഒരു സൂചിക, അതായത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ഇസ് ഡിസൈൻഡ് വിത്ത് ദ ഇമ്പോർട്ടന്റ് ഐഡന്റിഫിക്കേഷൻ ഇൻഫോർമേഷൻ ഫോർ ഈച്ച് ന്യൂ പേഷ്യന്റ് രജിസ്റ്റേർഡ് ഇൻ ദ സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയ and filled in alphabetical order in the manual system and electronically through computer. അതായത് നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് മനസ്സിലാകണം. അതായത് സെൻട്രലില് അല്ലെ നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാലും ഒരേ രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അതേസമയം തന്നെ കമ്പ്യൂട്ടറൈസ് അല്ലെ, നമുക്ക് ഫിസിഷ്യനൊക്കെ കമ്പ്യൂട്ടറിലാണോ ഓരോരുത്തരുടെ റെക്കോർഡ് എടുത്ത് നോക്കുന്നത് അല്ലെ? അപ്പൊ ഏത് രീതിയിൽ മാനുവലി നമ്മൾ ഇത് തയ്യാറാക്കുന്ന സിസ്റ്റം ആണെങ്കിലും ഇലക്ട്രോണിക്കലി ഉപയോഗിക്കുന്ന സിസ്റ്റം ആണെങ്കിലും സെൻട്രലി അല്ലെ നമുക്കറിയാം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അത് അവരുടെ കാര്യങ്ങളൊക്കെ ആ ഡിപ്പാർട്ട്മെന്റിൽ പോയി അന്വേഷിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സൂചിക അല്ലെ, ആ ഒരു മാനദണ്ഡം അവര് കീപ്പ് ചെയ്തിട്ട് മാത്രമാണ് ഇത് സൂക്ഷിക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്കറിയാം ആൽഫബറ്റിക് ഓർഡർ ഒക്കെ ആയിട്ടായിരിക്കും പൊതുവെ അല്ലെ നമ്മള് നമ്പർ ആൽഫബറ്റിക് ഓർഡർ ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഓരോ പേഷ്യന്റിന്റെയും വിവരങ്ങള് എഴുതി തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അത് എല്ലായിടത്തേക്കും അതിന്റെ സൂചിക യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. നമ്മൾ മാനുവലി എഴുതി തയ്യാറാക്കുന്ന അതേ ഡാറ്റാസ് ഒക്കെ തന്നെയായിരിക്കണം ഇലക്ട്രോണിക്കലിയും അവൈലബിൾ ആവും കിട്ടേണ്ടത്. ദെൻ സെൻട്രലി അവിടെ ചെക്ക് ചെയ്യാൻ പോകുമ്പോഴും അതേ ഡീറ്റെയിൽസ് അതേ നമ്പർ അല്ലെ അതേ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കണം തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇതാണ് ആ ഒരു രൂപരേഖ, ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് എവിടെ ചെന്നാലും പേഷ്യന്റിന്റെ ആ നമ്പർ വെച്ച് അല്ലെ ആ പേര് വെച്ചൊക്കെ നമുക്ക് അത് ഫസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇനി നമുക്ക് വീണ്ടും പേഷ്യന്റിന്റെ ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഏതൊരു പേഷ്യന്റ് വന്നാലും അവർക്ക് തിരിച്ചറിയാനായിട്ട് കാർഡ് വേണം അല്ലെ. നമ്മളിപ്പോ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നാലും പുതിയൊരു പേഷ്യന്റ് ആണെങ്കിലും എന്താണ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ID കാർഡ് കൊണ്ടാണ് പോകുന്നത് അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ് ആൻഡ് ഈച്ച് ന്യൂ പേഷ്യന്റ് രജിസ്റ്റേർഡ് ഫോർ outpatient or inpatient services should be given an identification card. In case inpatient ആയിട്ട് അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ ഒരു പുതിയ പേഷ്യന്റ് വരുമ്പോഴെങ്കിൽ ജസ്റ്റ് ഡോക്ടറെ കണ്ട കൺസൾട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും അവര് വന്ന് അല്ലെ പുതിയതായിട്ട് വരുമ്പോഴും അവർക്ക് ഒരു ID കാർഡ് ഉണ്ടായിരിക്കും. അതായത് നമ്പറും പേരൊക്കെ വെച്ചിട്ട് ഒരു കാർഡ് അവർക്ക് ലഭ്യമാക്കിയിരിക്കും അല്ലെ. ഇതാണ് പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെ, അതിന് ആ ഒരു കാർഡ് നൽകുമ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ട്. ഇൻ ഓൾ റെഫറൽ ഓർ
സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ദ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഷുഡ് ബി പ്രാക്ടീസ്ഡ്. അതായത് നമുക്കറിയാം അല്ലെ, ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അവർക്കൊരു രീതിയുണ്ട് അല്ലെ. മിക്കപ്പോഴും ഹോസ്പിറ്റൽ ഒരേ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എല്ലാവർക്കും നമ്പറൊക്കെ ഇട്ട് അല്ലെ, പേരൊക്കെ ഉള്ള ഒരു കാർഡാണ് എല്ലാ ഹോസ്പിറ്റലും ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ. സെയിം അല്ലേ? ശരിയല്ലേ? എല്ലാ മിക്ക ഹോസ്പിറ്റലും അങ്ങനെ തന്നെയല്ലേ? നമുക്കറിയാം ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ആ ഹോസ്പിറ്റലിന്റെ പേരും നമ്മുടെ പേരും നമുക്ക് അതിൻ്റെതായ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറും ഉണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഇൻ ഓൾ റെഫറൽ അല്ലെ, ഏത് രീതിയാണ്, ഇൻ കേസ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിലും ആ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്യണം അല്ലെ, പരിശീലിക്കണം. അത് ഏതോ ഹോസ്പിറ്റലും ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു പോളിസിയുടെ നയത്തിന്റെ രീതിയിൽ ഇത്തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ അല്ലെ, ഐഡന്റിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ആ ഒരു രീതി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. Then all patients must notice the appointment system except labor and emergency cases. നമുക്കറിയാം അല്ലെ, നമ്മളിപ്പോ ഓൾറെഡി ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്ത് അല്ലെ, പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകുമ്പോൾ എന്തെടുക്കും? ഷീറ്റ് എടുക്കും അല്ലെ, നമ്മുടെ അപ്പോയിന്റ്മെന്റ് കാർഡ് എടുക്കും. ഇൻ കേസ് നമുക്ക് ആ കാർഡ് ലഭ്യമല്ലെങ്കിലും അതിന്റെ ആ ഒരു നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ എടുത്തിട്ടാണ് പോകുക. അല്ലെങ്കിൽ ഇൻ കേസ് നമുക്ക് ആ ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറിനോട് ജസ്റ്റ് ആ ഡേറ്റ് വെച്ചിട്ട് അല്ലെ, അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഡേറ്റ് വെച്ചിട്ട് ആ ഒരു നമ്പർ വെച്ച് നമ്മുടെ റെക്കോർഡ് എടുക്കാനായിട്ട് ആവശ്യപ്പെടും അല്ലേ. അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഓൾ പേഷ്യന്റ് മസ്റ്റ് നോട്ടീസ് ദ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റം എല്ലാ പേഷ്യന്റും മനസ്സിലാക്കണം. ഇൻ കേസ് നമുക്കറിയാം ചില എമർജൻസി കേസുകളിലൊന്നും അങ്ങനെ സാധിക്കില്ല അല്ലെ. എമർജൻസി കേസ്, ഒരു ആക്സിഡന്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീട്ട് എടുക്കാൻ ആദ്യം പോലെ വീടുകളിലേക്ക് പോയില്ല, അത്രയും വരുന്ന ഹോസ്പിറ്റലിലേക്ക് പോകും, പുതിയൊരു ചീട്ട് എടുക്കും അല്ലെ, അങ്ങനെയല്ലേ ചെയ്യാറ്. അതേസമയം നമ്മൾ വീണ്ടും വീണ്ടും ഒന്ന് അല്ലെ ഒരു വീക്കിലേക്ക് അല്ലെങ്കിൽ മന്ത്ലിയൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ വീണ്ടും ആ ഒരു ചീറ്റ് നമ്മൾ എടുത്ത് കരുതിയിട്ടാണ് പോകുക. ശരിയല്ലേ? അപ്പൊ ആ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. എക്സെപ്റ്റ് ലേബർ ആൻഡ് എമർജൻസി കേസസ്. ലേബർ കേസുകൾ നമുക്കറിയാം അല്ലെ, ഡെലിവറി സംബന്ധമായ കേസുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എമർജൻസി കേസുകൾ, എന്തെങ്കിലും ആക്സിഡന്റ് കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല. അല്ലാത്ത എല്ലാ സമയങ്ങളിലും നമ്മൾ ഈ ഒരു ഐഡന്റിറ്റി കാർഡ് കൊണ്ട് ആണ് നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുക. നെക്സ്റ്റ് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്. ക്ലിയർ ആണല്ലേ? പേഷ്യന്റ് ഐ ഡി ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡും അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒക്കെയാണ് അല്ലേ, നമ്മൾ അറിയാവുന്ന ഒരു കാര്യമാണ്. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് നോക്കാം. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് our patient should be accepted and scaled by the medical record departments in the specific patient records. അതായത് നമ്മളിപ്പോ പ്രത്യേകം അല്ലെ, പ്രത്യേകമായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റ് വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവർക്ക് മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നമുക്ക് സ്കെയിൽ എന്ന് വെച്ചാൽ മെഷർ അല്ലെ, മെഷർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടും അല്ലെ നമുക്ക് ആവശ്യമാണ്. അത് പ്രത്യേക രോഗികളുടെ രേഖകളിൽ സ്വീകരിക്കുകയും മെഷർ ചെയ്ത് അല്ലെ സൂക്ഷിക്കുകയും വേണം. നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും അവരുടെ രേഖകളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പ്രത്യേകമായിട്ട് അല്ലെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡിൽ ഇത്തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളെല്ലാം സൂക്ഷിക്കേണ്ടത് ഉണ്ട് എന്നത്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്റെ അണ്ടറിൽ വരുന്നത് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യന്റ് അല്ലെ. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, കിടത്തി ചികിത്സിക്കാത്ത പേഷ്യൻസ് ആണ്. ജസ്റ്റ് വന്ന് അല്ലെ ഡോക്ടറെ വിസിറ്റ് ചെയ്തു, അപ്പൊ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡോക്ടർ റെഫർ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ ഡോക്ടറെ കണ്ട് അല്ലെ, അവര് ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ നടപടികളൊക്കെ സ്വീകരിച്ച് ചിലപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ ഡോക്ടറെ കാണിച്ച് കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോൾ ഡോക്ടർ പോയിക്കോളാം അല്ലെ, നെക്സ്റ്റ് വീക്കിൽ നിങ്ങളുടെ മാറാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ അപ്പോഴും എന്താണ് അവരുടെ റെക്കോർഡ്സുകൾ തീർച്ചയായിട്ടും കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അവരുടെ ആ പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ്സ് എന്നുള്ള ലേബലിൽ തന്നെ അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്കറിയാം പുതിയ പേഷ്യന്റ് ഒക്കെ ആവുമ്പോൾ ആ നമ്പറിൽ തന്നെ അത് സേവ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ഇപ്പോഴത്തെ അല്ലെ. ഇപ്പോഴത്തെ ഇന്നോവേറ്റീവായ കാലഘട്ടത്തില് അതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് പോകും. നെക്സ്റ്റ് എന്താണ്? ഇംപേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഷുഡ് ബി അക്സെപ്റ്റഡ് ആൻഡ് സീൽഡ്. സീൽഡ് എന്നല്ല, അവിടെ അതൊന്ന് തിരുത്തിയേക്കാം. സീൽഡ് SEALD ആണ്, സി അല്ല. സീൽഡ് ഓൺ ദ വാർഡ് ബൈ
ക്ലർക്ക് ഓർ നേഴ്സ്. ഇൻ കേസ് നമുക്ക് ഇൻപേഷ്യന്റ് ആണ് അല്ലെ, ഇൻപേഷ്യന്റ് ആണെന്ന് പറയുമ്പോൾ എന്താണ് പേഷ്യന്റ് ആണെന്ന് പറയുമ്പോൾ ഞാൻ മാത്രം പറഞ്ഞു പോകും, അപ്പൊ നിങ്ങൾക്ക് ബോറായിട്ട് വരും. ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റെസ്പോണ്ട് ചെയ്യാത്തതാണോ? അഡ്മിഷൻ. ഓക്കെ, അല്ല. അപ്പൊ അഡ്മിഷൻ പേഷ്യൻസ് അല്ലെ, അഡ്മിഷൻ പേഷ്യൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് വാർഡിലേക്കാണ് അല്ലെ അഡ്മിഷൻ വന്നിരിക്കുമെങ്കിൽ ആ വാർഡില് ക്ലർക്ക് അല്ലെങ്കിൽ അവിടുത്തെ അല്ലെ ഇൻചാർജുള്ള നേഴ്സ് അത് സ്വീകരിക്കുകയും ആ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളൊക്കെ സ്വീകരിക്കുകയും സീൽ ചെയ്യുകയും വേണം എന്നുള്ളത്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഇൻ കേസ് ഇൻപേഷ്യന്റ് ആണെങ്കിൽ അല്ലെ അണ്ടർലൈൻസിൽ പോവുക. ഇൻപേഷ്യന്റ് ആണെങ്കിൽ ആരാണ് സ്വീകരിക്കുക? ഒന്നല്ലെങ്കിൽ ഇൻചാർജ് ഉള്ള നേഴ്സ് അല്ലെങ്കിൽ വാർഡ് ക്ലർക്ക് ആ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളൊക്കെ സ്വീകരിക്കുകയും സീൽ ചെയ്ത് സൂക്ഷിക്കുകയും വേണമെന്നും. നെക്സ്റ്റ് എന്താണ്? ഹെൽത്ത് സെന്റർ. ഓക്കെ അല്ലെ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പാലിക്കുന്ന കുറെ പോളിസികളാണ് അല്ലെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പാലിക്കുന്ന ഒരു പോളിസികളാണ്. അതനുസരിച്ചിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി പോകും അല്ലെ. അപ്പൊ എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും എന്നാണ് അഡ്മിഷൻ വന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഡയഗ്നോസ്റ്റിക് നടത്തിയതിന്റെ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണ്, ഏത് ഡോക്ടറെയാണ് കണ്ടത് അല്ലെ, ഏത് സമയമാണ് അഡ്മിഷൻ വന്നത്, എല്ലാം തന്നെ നമുക്ക് ഏത് സമയത്താണെങ്കിലും പരിശോധിച്ചറിയാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. കാരണം അത്രയ്ക്കും എല്ലാ വശങ്ങളും ഏത് രീതിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ഒരു രീതി ഫോളോ ചെയ്തിട്ടാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തു പോകുന്നത്. ഇനി ഹെൽത്ത് സെന്ററിനെ കുറിച്ച് നോക്കാം അല്ലെ, ആരോഗ്യ കേന്ദ്രം. The health center or a clinic normally directs patients to the hospital with a referral letter. നമ്മളിപ്പോ ഏതെങ്കിലും ഹെൽത്ത് സെന്ററിലേക്ക് എന്തെങ്കിലും ലെറ്റർ ആയിട്ടൊക്കെ വരികയാണ് അല്ലെ, പേഷ്യൻസ് വരികയാണ് എങ്കിൽ hospital and health center must develop a clear referral and appointment system for both new and established patients. അല്ലെ, പുതിയതാണെങ്കിലും നിലവിലുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും റഫറൽ ലെറ്ററുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു അല്ലെ വികസനം എന്തായാലും ഹോസ്പിറ്റലുകാരെ കൈകാര്യം ചെയ്യേണ്ടതാണ് അല്ലെ, വികസിപ്പിച്ചെടുക്കണം എന്നതാണ്. അതായത് വ്യക്തമായ റഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനം എല്ലാം എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണമെന്നും. ഒരു റഫർ ചെയ്ത് ഒരു വ്യക്തിയെ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള പേഷ്യന്റിനെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ റഫർ ചെയ്ത് അങ്ങനെ അയച്ചിട്ട് ചിലപ്പോൾ തിരിച്ചയക്കേണ്ടായിരിക്കാം. ഇൻ കേസ് അല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആയിരിക്കും അല്ലെ. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ റഫർ ചെയ്ത് കഴിഞ്ഞ് അല്ലെ പേഷ്യൻസിനെ അയക്കുമ്പോൾ അതും നല്ല രീതിയിലുള്ള ഒരു വികസനം അതിന്റെ താഴേക്ക് പറയുന്നുണ്ട്, റഫറൽ ആയിട്ടുള്ള പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ. അപ്പൊ അതിന് എന്താണ് ഇവിടെ പറയുന്നത്? അവിടെ വ്യക്തമായ അല്ലെ അപ്പോയിന്റ്മെന്റ് സംവിധാനം ഏതൊരു ഹോസ്പിറ്റലും വികസിപ്പിച്ചിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് സെന്ററിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയുന്നു. ഇനി റെഫറൽ ഓഫ് പേഷ്യൻസ്, അങ്ങനെ വരുന്ന പേഷ്യൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് നോക്കാം, സ്പീഡ് കൂടുന്നുണ്ടോ? നോട്ട് ചെയ്യാൻ ഇല്ല. അപ്പൊ നോക്കാം, 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient, while the 3rd copy should be retained by the referring health center or a clinic. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കാം, 3 കോപ്പി അല്ലെ, 3 copies should be received by the hospital. ഇങ്ങനെ റഫറൽ ചെയ്ത് വരുമ്പോൾ അവർ 3 കോപ്പി അതുമായി ബന്ധപ്പെട്ട 3 കോപ്പികൾ ആയിട്ടായിരിക്കും. The first 2 copies should be presented to the hospital. അല്ലെ, നമ്മളിപ്പോ റഫർ ചെയ്ത് എവിടേക്കാണ് വന്നിരിക്കുന്നത് അവിടെ ആ ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും 2 കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. While the 3rd copy should be retained by the referring health center or clinic. എവിടെ നിന്നാണോ റഫർ ചെയ്ത് വിട്ടേക്കണേ അവിടേക്ക് അല്ലെ, അവിടെ ആയിരിക്കും ഒരു കോപ്പി സൂക്ഷിക്കേണ്ടത്. അപ്പൊ 3 copies ഉണ്ടായിരിക്കണം, അതിൽ 2 copies ഹോസ്പിറ്റലിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അവിടെ അടുത്ത നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. After treatment, the first copy should be passed on the health center or hospital as a feedback information, and the second copy should be retained in the hospital. അപ്പൊ 2 കോപ്പി ഓൾറെഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ട്രീറ്റ്മെന്റിനൊക്കെ ശേഷം അല്ലെ, ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം റെഫർ ചെയ്ത് വിട്ടേക്കുന്നതായിരിക്കും, ചിലപ്പോൾ ചില ഓപ്പറേഷൻ നടത്തി കൊടുക്കണമെന്ന് റെഫർ ചെയ്ത് വിട്ടേക്കുന്നതായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചെന്താണ് ആ ട്രീറ്റ്മെന്റിന് ശേഷമുള്ള ഡീറ്റെയിൽസ് അല്ലെ, അതെല്ലാം കൂടിയിട്ട് നമ്മൾ റെഫർ ചെയ്ത് ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് പറഞ്ഞിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് അതിന്റെ ഇൻഫോർമേഷൻസ് ആ കോപ്പി തിരിച്ചയക്കണം.
ദെൻ വീണ്ടും എന്താണ് അവിടെയുള്ള ഒരു കോപ്പി അവിടെ തന്നെ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. ഒക്കെ റെഫർ ചെയ്ത് നമ്മൾ ഒരു പേഷ്യൻസിനെ വിടുമ്പോൾ അവിടെ ഒരു പോളിസി നയമുണ്ട്. അതായത് 3 കോപ്പീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കോപ്പികൾ ഉണ്ടായിരിക്കണം. അതിന് ഒരു കോപ്പി ഓൾറെഡി അല്ലെ എവിടെ നിന്നാണ് റെഫർ ചെയ്ത് പോകുന്നത് ആ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. 2 കോപ്പി പോരുന്ന വഴിക്ക് അല്ലെ പോരുന്നതിനോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ദെൻ വീണ്ടും ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ഒരു കോപ്പി വീണ്ടും റിട്ടേൺ ആയിട്ട് ഏതാണ് റെഫർ ചെയ്ത് വിട്ട ഹോസ്പിറ്റലിലേക്ക് തിരിച്ചയക്കേണ്ടതുണ്ട്. ഓക്കെ, ഓൾറെഡി പിന്നെ ഇപ്പോ അല്ലെ നിലവിലെ ട്രീറ്റ്മെന്റും കാര്യങ്ങൾ ചെയ്ത ഹോസ്പിറ്റലിൽ ഒരു കോപ്പി സൂക്ഷിക്കുകയും വേണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എന്തൊക്കെയാണ് കോപ്പികളൊക്കെ എങ്ങനെയൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റയറായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. പക്ഷെ 3 കോപ്പി ഉണ്ടെന്നുള്ള കാര്യമായിട്ട് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇത് നെക്സ്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ കോപ്പികളുടെ അല്ലെ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോയേക്കാം. ഫസ്റ്റ് 2 copies ഷുഡ് ബി പ്രസന്റഡ് ടു ദ ഹോസ്പിറ്റൽ. എന്താണ് പേഷ്യന്റ്. ദെൻ 3rd copy ഷുഡ് ബി റിറ്റൈൻഡ് ബൈ ദ റിറ്റൈനിങ് ഹോസ്പിറ്റൽ, referring hospital, center or a clinic. Then after treatment, first copy should be passed on the health center or a hospital. ഇതിനു വേണ്ടിയിട്ട് അത് ഫീഡ്ബാക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്താണ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സിന്റെ കാര്യമാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. നോക്കാം. The names of all outpatient clinics with the names of the clinic chiefs in the hospital should be revealed in the main entrance of the outpatient department and in each clinic. The name of the chief consultant should also be revealed. അതായത് നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാറുണ്ട് അല്ലെ. എന്താണ് പ്രധാനമായിട്ടും ഡോക്ടേഴ്സിന്റെ കുറെ നെയിമും അല്ലെ അവരുടെ പിക്ചറൊക്കെ കാണാറുണ്ട് ഇല്ലേ? ശരിയല്ലേ? ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഓക്കെ. അപ്പൊ ഏത് വിഭാഗമാണോ ആ വിഭാഗത്തിലേക്കൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്താണ് ഡിജിറ്റലൈസ് ചെയ്ത് ഇങ്ങനെ ഓരോരുത്തരുടെ വിഭാഗക്കാരുടെ ഡോക്ടേഴ്സിന്റെ പേരും അവരുടെ അല്ലെ അവരുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെ. ഏത് വിഭാഗമാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത് 1 by 1 ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതല്ലേ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ചിലപ്പോൾ വിസിബിൾ ആയിട്ട് അല്ലെ കൃത്യമായിട്ട് തന്നെ അവിടെ കാണിച്ചിരിക്കും. അതൊക്കെ എന്താണ് ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട പോളിസി നയത്തിൽ വിടുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സിന് എന്താണ് മനസ്സിലാക്കി കാണാനായിട്ട് സാധിക്കുക. വരുന്ന പേഷ്യൻസിന് മനസ്സിലാവും ഇന്ന ഡോക്ടേഴ്സ് ഇന്ന അല്ലെ ഇന്നതിന്റെ ചീഫായിട്ട് ഇരിക്കുന്ന കൺസൾട്ടന്റ് ആണ് ആ വ്യക്തിയെ ഈ വിഭാഗമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ചികിത്സിക്കാനായിട്ട് തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ വരുന്ന പേഷ്യൻസിന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. നോക്കാം എന്താണുള്ളത്. The name of all outpatient clinics with the name of the clinic chiefs in the hospital should be revealed in the main entrance. അല്ലെ അവിടെ മസ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് വ്യക്തമായിട്ട് അവിടെ കാണിച്ചിരിക്കും എന്താണ് എന്നുള്ളത്, എന്താണ് അവരുടെ പേരെന്നുള്ളതൊക്കെ അല്ലെ. എല്ലാ മേധാവികളുടെയും പേരുകൾ എൻട്രൻസിൽ തന്നെ സൂക്ഷിച്ചിരിക്കും അല്ലെ. ഏത് വ്യക്തിയാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കത്തക്ക വിധത്തില് അതിന്റെ ചീഫ് ആരാണെന്നൊക്കെ ഉള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ എൻട്രൻസിൽ കാണിച്ചിരിക്കണം. The name of the chief consultant should be revealed. അതാണ് പ്രധാനമായിട്ട് പറയുന്നത് അല്ലെ. അത് വെളിപ്പെടുത്തണം. എന്താണ് ഇവിടുത്തെ ചീഫ് കൺസൾട്ടന്റ് ആരാണെന്നൊക്കെ ഉള്ളത് കൃത്യമായി തന്നെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ്. ഇത്തരത്തിലുള്ള വ്യക്തികൾക്കുള്ള സേവനങ്ങൾ എന്തായിരിക്കണം, ഏത് പോളിസികളൊക്കെ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. Of the three accident and emergency forms, the first copy is kept in the casualty department. The second copy is presented by the patient in the pharmacy to get medications, and the third copy is kept by the patient. അതായത് ഇങ്ങനെ ആക്സിഡന്റും എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരൊരു 3 ഫോം ഫില്ലപ്പ് ചെയ്യും അല്ലെ. ഇത് ഫില്ല് ചെയ്യാം. ആ ഫില്ല് ചെയ്യേണ്ട ഫോമുകളില് ഒരു ഫോം എന്ത് ചെയ്യുന്ന പറയുന്നത് ഫസ്റ്റ് കോപ്പി ഇസ് കെപ്റ്റ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ അത് സൂക്ഷിക്കണം അല്ലെ. അത്യാഹിത വിഭാഗത്തിലൂടെ വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു കോപ്പി കൊടുത്തിരിക്കണം.
Then the second copy നമുക്കറിയാം അതിന്റെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ മെഡിസിൻ ഒക്കെ ചിലപ്പോൾ അല്ലെ ഉപയോഗിക്കേണ്ട മെഡിസിൻ ഒക്കെ കഴിക്കേണ്ടതുണ്ടാവും. ഫാർമസിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഫാർമസിയിൽ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ എമർജൻസി ആയതുകൊണ്ട് തന്നെ നേരിട്ട് അത് ആ ഫോമിനോടൊപ്പം തന്നെ കൊണ്ടുപോയി ഫാർമസിയിൽ നിന്ന് മെഡിസിൻ ഒക്കെ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കോപ്പി എന്താണ് ഫാർമസിയിൽ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ദ തേർഡ് കോപ്പി ഈസ് കെപ്റ്റ് ബൈ ദ പേഷ്യന്റ്. മൂന്നാമത്തെ ഒരു കോപ്പി എവിടെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും? പേഷ്യന്റിനോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത്. അപ്പൊ 3 ഫോം ഫില്ലപ്പ് ചെയ്യണം. അതിൽ ഒരു ഫോം നമുക്കറിയാം കാഷ്വാലിറ്റിയിൽ കീപ്പ് ചെയ്യും. സെക്കൻഡ് ഫോം നമുക്കറിയാം ഫാർമസിയിൽ മെഡിസിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. തേർഡ് ഫോം പേഷ്യന്റിനോടൊപ്പം തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻ കേസ് നമുക്കറിയാം പെട്ടെന്ന് തന്നെ എമർജൻസി കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെ പോകേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ആ ഫോമോട് കൂടിയിട്ട് തന്നെ അല്ലെ പോകേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം അതിൻ്റെതായ പോളിസി നയങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട്. നെക്സ്റ്റ് പറയുന്നത് ദ സെക്കൻഡ് ആൻഡ് തേർഡ് കോപ്പീസ് ബിക്കം part of main patient file if this patient is admitted to either an outpatient or an inpatient service. അതായത് നമ്മളിപ്പോ പാസ് ചെയ്യുന്ന കാര്യങ്ങളിൽ അതായത് നമ്മളിപ്പോ ഒരു കോപ്പിയുടെ കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ സെക്കൻഡ് കോപ്പി നമ്മൾ നോക്കുകയാണ് അല്ലെ, അതിന്റെ ബിക്കം പാർട്ട് ഓഫ് ദ മെയിൻ പേഷ്യന്റ് ലൈഫ് ഫയൽ, പേഷ്യന്റിന്റെ ഫയലിനോടൊപ്പം തന്നെ അത് തീർച്ചയായിട്ടും വരും. ഇഫ് ദിസ് പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് either an outpatient or inpatient service. അദ്ദേഹം കിടത്തി ചികിത്സിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരികയാണെങ്കിലും ആ കോപ്പി നമുക്ക് ആവശ്യമായിട്ട് വരുമെന്നുള്ളതാണ്. ഫസ്റ്റ് കോപ്പി ഈസ് റീറ്റെയിൻഡ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. അത് അവിടെ തന്നെ അല്ലെ, അത് കാര്യകാരണ നിർവഹണ മേഖലയിൽ തന്നെയാണ് അത് സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്. വീണ്ടും പറയുന്നു, ഇഫ് എ പേഷ്യന്റ് ഹാസ് യൂണിറ്റ് റെക്കോർഡ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വാണ്ട് ടു ഇൻസ്പെക്ട് ദ മെഡിക്കൽ record department should pass on the record to him. In case നമ്മൾ യൂണിറ്റ് റെക്കോർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ മാനുവലി റെക്കോർഡും അതുപോലെ തന്നെ സെൻട്രലി ഒക്കെ ഒരേപോലെ ഒരു യൂണിറ്റ് റെക്കോർഡാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഓഫീസർ ആവശ്യപ്പെടുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ അവർ പറയുന്ന രീതിയിൽ സബ്മിറ്റ് ചെയ്ത് വിശകലനത്തിന് വേണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് പാസ് ഓൺ ദ റെക്കോർഡ് ടു ഹിം അല്ലെ. അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും പരിശോധനകൾ ആവശ്യമാണ് എന്ന് ഉണ്ടെങ്കിൽ അതിനായിട്ട് പാസ് ഓൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വീണ്ടും എന്താണ്, ഓൾ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഓഫ് എ കാഷ്വാലിറ്റി പേഷ്യന്റ് ആർ ഫിക്സഡ് ടു ദ കാഷ്വാലിറ്റി ഫോംസ്. അതായത് എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും രോഗനിർണയ പരിശോധനകൾ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതും എന്താണ് നമ്മള് കാഷ്വാലിറ്റി പേഷ്യന്റിന്റെ ആയതുകൊണ്ട് തന്നെ അവിടെ അതിനോടൊപ്പം തന്നെ കാഷ്വാലിറ്റി ഫോമിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരും. കാഷ്വാലിറ്റിയിൽ ഓൾറെഡി ഒരു ഫോം ഉണ്ട് അല്ലെ, ആ ഫോമിനോടൊപ്പം എന്തെങ്കിലും രോഗനിർണയം നടത്താൻ എന്തെങ്കിലും ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫോമും കൂടി അവിടെ ഈ ഫോമിനോടൊപ്പം ആ റിസൾട്ടും കൂടി അവിടെ ഫിക്സ്ഡ് അല്ലെ, അതും കൂട്ടിച്ചേർത്ത് വെക്കേണ്ടതായിട്ട് വരും. വീണ്ടും പറയുന്നത് ദ റിപ്പോർട്ട്സ് ബിക്കം പാർട്ട് ഓഫ് മെയിൻ പേഷ്യന്റ് ഫയൽ ഇഫ് എ പേഷ്യന്റ് ഈസ് റെഫേർഡ് ആസ് either an outpatient or an inpatient. അതായത് നമ്മളിപ്പോ വീണ്ടും അല്ലെ എന്തെങ്കിലും കാരണം ഒരു രോഗിയെ ഔട്ട് പേഷ്യന്റ് ആയാലും ഇൻപേഷ്യന്റ് ആയിട്ട് പരാമർശിച്ചാലും റിപ്പോർട്ടുകൾ പ്രധാന രോഗിയുടെ ഫയലിന്റെ ഭാഗമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലെ. രോഗിയുടെ കാഷ്വാലിറ്റിയിലും ഇത് സൂക്ഷിക്കും, അതോടൊപ്പം തന്നെ രോഗിയുടെ ഫയലിലും ഇത്തരത്തിലുള്ള ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് ഇൻപേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും അവരുടെ ഒരു നമുക്കറിയാം പെട്ടെന്ന് ഒരു ചീട്ട് എടുക്കുക അല്ലെ, അപ്പൊ ആ ചീറ്റിനോടൊപ്പം ആ ഒരു റെഫറൽ അല്ലെ അവരുടെ റെക്കോർഡിനോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ റെഫർ ചെയ്ത് അയക്കുന്ന കാര്യങ്ങളല്ല ഇതിൽ എമർജൻസി ആയിട്ട് വരികയാണ്. അപ്പൊ ഒരു എന്താണ് മെഡിക്കൽ ഫാർമസിയിലേക്ക് ചിലപ്പോ ആണെങ്കിൽ മെഡിസിൻ ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഒരെണ്ണം രോഗിയോടൊപ്പം തന്നെ ആ മെയിൻ ചാർട്ടിലേക്ക് അപ്ഡേറ്റ് അല്ലെ അത് സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് ഡയഗ്നോസ്റ്റിക് റിസൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കാഷ്വാലിറ്റിയിൽ വെച്ച് നടത്തുന്നതായത് കൊണ്ട് അവിടേക്കും കാരണം സൂക്ഷിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതെല്ലാം ഒന്ന് ഇരുന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ ഒരു പേഷ്യന്റിനെ വന്ന് ചികിത്സിച്ചു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്.
ജസ്റ്റ് ചികിത്സ തന്ന് മാത്രം പറഞ്ഞിരിക്കുകയല്ല നടക്കുന്നത്. അവരോടൊക്കെ നമുക്കറിയാം റെക്കോർഡിക്കലി ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലി ഉൾപ്പെടുത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെയാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം, എന്താണ് അഡ്മിഷൻ ഓഫീസ്. അപ്പൊ ഇതില് 1-2 പോയിന്റ്സ് ഒക്കെ ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു അല്ലെ. കോപ്പികളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസിലും ഫോമുകളുടെ കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഫറൽ പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും കോപ്പികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 1-2 പോയിന്റ്സ് ഒക്കെ ഇടയ്ക്ക് ഇതിൽ നിന്ന് കാണാറുള്ളത്. നെക്സ്റ്റ് നോക്കാം, അഡ്മിഷൻ ഓഫീസ്. അഡ്മിഷൻ ഓഫീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡ്മിഷൻ എടുക്കാനായിട്ട് അല്ലെ, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കാര്യമാണ്. അഡ്മിഷൻ ഓഫീസ് വിൽ ബി വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്, for maintenance of the bed occupancy order and for the safekeeping of a patient's property if there is any absence of a patient's relative. ഇവിടെ വരുമ്പോൾ അല്ലെ അഡ്മിഷൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള അഡ്മിഷൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ 24 hours വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ട് അല്ലെ. തീർച്ചയായിട്ടും അവരെയാണ് നമ്മൾ നോക്കിയിട്ട് പേഷ്യന്റിനെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ട് അഡ്മിഷൻ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമുക്കറിയാം ഡോക്ടറിനെ കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം അഡ്മിഷൻ കാര്യങ്ങളിലേക്കും വരും. നമുക്കറിയാം അത് അങ്ങനെ അഡ്മിഷൻ വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ബെഡിന്റെ ഒക്യുപ്പൻസി ഒക്കെ സെർച്ച് ചെയ്തിട്ട് അല്ലെ ഇന്ന വാർഡിൽ ഉണ്ടാവും അല്ലെ ഇന്ന റൂം ഒഴിവാണ്, അതിന്റെ ആ ഒരു വേക്കൻസി കണ്ടെത്തിയിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് അഡ്മിഷനൊക്കെ തരുന്നത്. അതേമാതിരി തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ റിലേറ്റീവിന് ആബ്സെൻസ് ഉണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ പേഷ്യന്റിനോടൊപ്പം തന്നെ റിലേറ്റീവ്സ് ഇല്ല അല്ലെ, അങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഡയഗ്നോസ്റ്റിക്കോ ആയിട്ടുള്ള അല്ലെ രോഗനിർണയമായിട്ടുള്ള വല്ല ടെസ്റ്റിംഗ് പെട്ടെന്ന് തന്നെ നടത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം സമയങ്ങളിലെല്ലാം അവരുടെ അവരുടെ പ്രോപ്പർട്ടി അവരോടൊപ്പം തന്നെ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കളെല്ലാം സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഈ അഡ്മിഷൻ ഓഫീസിനുണ്ട് അല്ലെ. അപ്പൊ അഡ്മിഷൻ എടുക്കുന്നത് വരെയിരിക്കും ഇൻ കേസ് നമുക്കറിയാം അഡ്മിഷൻ എടുക്കും റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പേഷ്യന്റിനോടൊപ്പം ചിലപ്പോൾ റിലേറ്റീവ്സ് വന്നാൽ കൂടി അല്ലെ ചിലപ്പോ ഇൻഫർമേഷൻ കൊടുക്കും നമ്മളിപ്പോ ഒന്ന് പോയിട്ട് വരാം പേഷ്യന്റിനെ ഒന്ന് നോക്കണമെന്ന് പറയുന്ന മാതിരി തന്നെ ചിലപ്പോഴായിട്ട് പേഷ്യന്റ് വരികയാണെങ്കിൽ പേഷ്യന്റ് എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവരുടെ പ്രോപ്പർട്ടിയും കൂടി ജസ്റ്റ് റെസ്പോൺസിബിൾ ആയിട്ട് അഡ്മിഷൻ ഓഫീസ് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഡയറക്റ്റ് അഡ്മിഷൻ നോക്കാം. The ward manager in charge is liable for registering in the case in the admission office within 2 hours of a patient's admission to the ward. അതായത് നമ്മളിപ്പോ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുകയാണ് അല്ലെ, അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 2 മണിക്കൂറിനുള്ളിൽ അല്ലെ അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വിതിൻ 2 മണിക്കൂറിനുള്ളിലെങ്കിലും അവർക്ക് അഡ്മിഷൻ എന്നുള്ള ആ ഒരു രജിസ്ട്രേഷൻ നടത്തിയില്ല അല്ലെ, രജിസ്ട്രേഷൻ എടുത്ത് 2 മണിക്കൂറിനുള്ളിലെങ്കിലും വാർഡിൽ അതിനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ചില ഹോസ്പിറ്റലൊക്കെ നടന്നു വരുന്നില്ല, പക്ഷെ അതൊരു പോളിസി നയങ്ങളിലുള്ളതാണ്. വാർഡ് മാനേജർ ഇൻചാർജ് ഈസ് ലയബിൾ. നമുക്കറിയാം വാർഡിലേക്കാണ് റഫർ ചെയ്യണമെങ്കിൽ അവിടുത്തെ വാർഡ് മാനേജർ അല്ലെങ്കിൽ അല്ലെ ഇൻചാർജ് ഉള്ള വ്യക്തി തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കണം വിതിൻ 2 hours അല്ലെ 2 മണിക്കൂറിനുള്ളിൽ. അതായത് അഡ്മിഷൻ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ വാർഡിലേക്ക് റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അബ്സ്കോണ്ടഡ് പേഷ്യന്റ്. എന്താണ് അബ്സ്കോണ്ടഡ് പേഷ്യന്റ് എന്ന് പറയുന്നത്? അബ്സ്കോണ്ടഡ് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അബ്സ്കോണ്ടഡ് പേഷ്യന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇവിടെ ഉണ്ടോ ഇല്ലേന്നും കൂടി എങ്കിലും റിപ്ലൈ ഇല്ല.
അബ്സ്കോണ്ടഡ് പേഷ്യന്റ് എന്ന് പറയുന്നത് മിസ്സിംഗ് ആയിട്ടുള്ള പേഷ്യന്റ്. അതായത് അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് മിസ്സിംഗ് ആയിട്ട് ചിലപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും അല്ലെ പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ വേറെ എന്തെങ്കിലും ചിലപ്പോ ഓർമ്മ കുറവ് കൊണ്ടൊക്കെ ആയിരിക്കും. എനിവേ എന്തെങ്കിലും രീതിയിൽ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങളാണ് അബ്സ്കോണ്ടഡ് പേഷ്യന്റ് പറയുന്നത്. ഒളിച്ചോട് രോഗികൾ എന്നുള്ള ലെവലാണ് നോക്കാം. ഇൻഫോർമേഷൻ അബൌട്ട് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് ഹു ran away must be recorded in the patient's file with the details regarding the date and the time the patient was found to be missing from the ward. അതായത് വാർഡിൽ നിന്ന് മിസ്സായ ടൈം അല്ലെ, അത് നമ്മൾ ഒളിച്ചോടി പോയി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ആ സമയം എപ്പോഴാണ് മിസ്സായി പോയെന്നുള്ള കാര്യം കൃത്യമായിട്ട് ആ ഡേറ്റ് ആ ടൈം എല്ലാം എന്താണ് മസ്റ്റ് ആയിട്ടും റെക്കോർഡ് ചെയ്യണമെന്നുള്ളതാണ്. Information about the absconded patients who ran away must be recorded in the patient file. Patientന്റെ ഫയലിൽ കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യണം. With the details regarding the date and the time the patient was found to be missing from the ward. വാർഡിൽ നിന്ന് എപ്പോഴാണ് മിസ്സായ സമയം എന്നുള്ളതൊക്കെ കണ്ടെത്തുന്ന സമയം അല്ലെ, എപ്പോഴാണ് മിസ്സായെന്ന് കണ്ടെത്തിയ ആ ടൈമും ആ ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് തന്നെ ഫയലിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എന്താണ് the treating physician must not sign the record properly. നമുക്കറിയാം ഇപ്പൊ ഈ പേഷ്യന്റിനെ പരിശോധിച്ച അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടത്തിലാണ് ഈ പേഷ്യന്റിന് സർവീസ് കൊടുക്കുന്നത് അല്ലെ, ട്രീറ്റ്മെന്റും കാര്യങ്ങളും. അദ്ദേഹം മസ്റ്റ് ആയിട്ടും സൈൻ ചെയ്തിരിക്കണം ഈ റെക്കോർഡ് പ്രോപ്പർലി. ഇത്തരത്തിലുള്ള സംഭവം സംഭവിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു മേൽനോട്ടം അദ്ദേഹം അത് സൈൻ ചെയ്തിരിക്കണം. The matter to be conveyed to the police. മാത്രമല്ല പോലീസിനെ എത്രയും പെട്ടെന്ന് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെ ആ മാറ്റർ ഇൻഫോം ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് എന്താണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ. അപ്പൊ അവിടെ ആരാണ് സൈൻ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത്? The treating physician must sign the record properly അല്ലെ. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ ആ ചോദ്യം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു പോകാം. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്? ചില പേഷ്യൻസ് ഒക്കെ നമ്മളിപ്പോ മെഡിക്കലി അവര് പറയുന്ന രീതി ഫോളോ ചെയ്യാനായിട്ട് തയ്യാറാവില്ല അല്ലെ. ഡോക്ടർ ചിലപ്പോ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നോ ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തണമെന്നൊക്കെ നിർദ്ദേശിക്കും. ചിലപ്പോഴെങ്കിലും ചില പേഷ്യൻസ് അതിനെ നിരസിക്കാറുണ്ട് അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. മെഡിക്കൽ ആയിട്ടുള്ള ആ ഉപദേശം നിരസിക്കുന്നത്, അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. The patient who discharge themselves from a hospital against the advice of their treating physicians should be treated as discharged. അതായത് നമ്മൾ എങ്ങനെയാണ് ആ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതായത് കൈകാര്യം ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ പേഷ്യന്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. കാരണം അഡ്വൈസ് കൊടുത്തിട്ട് ആ രീതി ഫോളോ ചെയ്യാനായിട്ട് തയ്യാറല്ല. ആര് തയ്യാറല്ല? ആരാ തയ്യാറാവാത്തത്? പേഷ്യന്റ് തയ്യാറാണ് അല്ലെ. അപ്പൊ പേഷ്യന്റ് തയ്യാറാവാത്ത സ്ഥിതിക്ക് എന്താണ് അവരെ ഡിസ്ചാർജ് പേഷ്യന്റ് എന്നുള്ള ലേബലിലാണ് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. അപ്പൊ മെഡിക്കൽ അഡ്വൈസ് സ്വീകരിക്കാത്ത പേഷ്യന്റിനെ എന്താണ് ഡിസ്ചാർജ് ചെയ്ത പേഷ്യന്റിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് കൈകാര്യങ്ങൾ ചെയ്യുന്നത്. It should be made sure that the signature or the patient or his or her nearest relative is obtained in the specified forms. നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള അല്ലെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫോമുകളിൽ തീർച്ചയായിട്ടും പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് അല്ലെ, പേഷ്യന്റോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് മസ്റ്റായിട്ടും ആ ഒരു സിഗ്നേച്ചർ അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്തതാണ്, അത് ഫോളോ ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത്, സ്വന്തം താല്പര്യാർത്ഥം തയ്യാറാകുന്നില്ല എന്നുള്ള സ്പെസിഫൈഡ് ഉള്ള കാര്യങ്ങൾ അല്ലെ സ്പെസിഫൈഡ് ഫോമില് അത് എഴുതി തയ്യാറാക്കി സൈനുകളൊക്കെ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ സിഗ്നേച്ചർ സ്വീകരിച്ചതിന് ശേഷം അല്ലെ, അത് എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് അവര് പിന്നെ ട്രീറ്റ്മെന്റിലേക്ക് കിടക്കുള്ളൂ. നമുക്കറിയാം. അപ്പൊ എന്തെങ്കിലും സംതിങ് സംഭവിച്ചു കഴിഞ്ഞാലും ആര് പ്രോബ്ലം അല്ലെ റെസ്പോൺസിബിൾ അല്ല. കേസ് അങ്ങനെയുള്ള പേഷ്യൻസിന് എന്തെങ്കിലും സംതിങ് അല്ലെ കാര്യങ്ങൾ സംഭവിച്ചാലും
ആര് റെസ്പോൺസിബിൾ അല്ല? ഹോസ്പിറ്റലുകാര് റെസ്പോൺസിബിൾ അല്ല. കാരണം ഡോക്ടേഴ്സും ആരും റെസ്പോൺസിബിൾ അല്ല. കാരണം ഡോക്ടർ അഡ്വൈസ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, അവര് അത് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള രേഖ ഫോം ഫില്ല് ചെയ്തിട്ട് സൈൻ ചെയ്ത് മേടിച്ചിട്ടാണ് അവര് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ എടുത്തു പോയി അല്ലെ, ഏതെങ്കിലും ഭാഗത്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും വായിച്ചു നോക്കുന്നുണ്ടോ? ജസ്റ്റ് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിച്ചു പോകാനുണ്ടോ? ഞാൻ കുറെ ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു പോയി. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. നമുക്ക് അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. എന്താണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്? Any patient who wants to make a statement before his death, such statements should be recorded in the patient's file in the presence of a magistrate. In the absence of a magistrate, the declaration can be recorded in the presence of 3 persons. That include the treating physicians, a nurse, and the hospital administrator or his representative. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലാണ് അല്ലെ, ചിലപ്പോഴൊക്കെ എന്താണ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ചിലപ്പോഴൊക്കെ ഏജ് ഓവറൊക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്കൊരു പക്ഷേ മരണത്തോട് അഭിമുഖീകരിക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. അവർക്കത് നേരത്തെ കൂട്ടി മനസ്സിലാവുകയൊക്കെ ചെയ്യും. നമുക്ക് ഇനി അല്ലെ ജീവിക്കാനായിട്ടുള്ള ചാൻസ് ഒക്കെ കുറവാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ അല്ലെ, ബിഫോർ ഹിസ് ഡെത്ത് ചില സ്റ്റേറ്റ്മെന്റുകൾ അവർക്ക് അല്ലെ, എനി പേഷ്യൻസ് ഹു വാണ്ട്സ് ടു മേക്ക് സ്റ്റേറ്റ്മെന്റ്സ്, ചില സ്റ്റേറ്റ്മെന്റുകൾ എന്തെങ്കിലും രേഖാമുള്ള കാര്യങ്ങൾ എഴുതി തയ്യാറാക്കണമെന്നോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും മറുപടി എന്തെങ്കിലുമൊക്കെ എന്താ പറയാ അതിന്റെ ആ ഒരു സാക്ഷ്യപത്രം അല്ലേ, ആ ഒരു മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിൽപത്രോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇതിൽ പറയാന രീതിയിൽ പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും സ്വത്തുക്കളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെക്കാനോ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവർക്ക് ആ സമയത്ത്. ചിലപ്പോ അങ്ങനെ ഒരു തോന്നല് അല്ലെങ്കിൽ എന്താണ് ബോഡി നമുക്കറിയാം, ചിലപ്പോ ചില പേഷ്യൻസ് ഒക്കെ മരിക്കുന്നതിന് മുമ്പ് പറയും എന്റെ ബോഡി മരണത്തിന് ശേഷം അല്ലെ മെഡിക്കൽ കോളേജിന് വിട്ടു കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന ആലയത്തിന് അല്ലെ എന്റെ സ്വത്തിന്റെ ഒരു ഭാഗം നീക്കി വെക്കണം. അങ്ങനെയൊക്കെ ചിലവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആഗ്രഹം മീറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാരോട് റെസ്പോണ്ട് അല്ലെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം സാക്ഷാത്കരിച്ചു കൊടുക്കേണ്ടത് ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അവര് സാധാരണയായിട്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണ് അത് നമുക്കറിയാം നിയമ വശങ്ങളിൽ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ നിയമപരമായി നേരിടാനായിട്ട് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ലാസ്റ്റ് മൊഴികളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇൻ കേസ് ആബ്സെന്റ് ആണ് അല്ലെ, മജിസ്ട്രേറ്റ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ മൊഴികളൊക്കെ രേഖപ്പെടുത്താനായിട്ട് 1-2 പേഴ്സൺസ് മസ്റ്റ് ആയിട്ട് അവിടെ വേണമെന്നാണ് പറയുന്നത്. ആ ഒരു 2-3 പേഴ്സൺസിന്റെ പേരുകൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? 3 persons that include the treating physician അല്ലെ, ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഫിസിഷ്യൻ ഉണ്ടായിരിക്കണം, അവരോടൊപ്പം തന്നെ സർവീസ് കൊടുത്തിരിക്കുന്ന നഴ്സ് ഉണ്ടായിരിക്കണം, അതേപോലൊപ്പം തന്നെ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള അല്ലെ ഭരണ നിർവഹണത്തിലുള്ള വ്യക്തികൾ. ഇൻ കേസ് അങ്ങനെ അഡ്മിനിസ്ട്രേറ്റർ ഇല്ല എങ്കിൽ അതിന്റെ അഭാവത്തിന് അദ്ദേഹത്തിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും പേഴ്സൺ, അങ്ങനെ 2-3 പേഴ്സന്റെ അല്ലെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ മൊഴി രേഖപ്പെടുത്താനായിട്ട്
സാധിക്കുന്നത്. ഇൻ കേസ് ആരില്ല എങ്കിൽ ആരുടെ അബ്സെൻസ് കൊണ്ടാണ് ഇവരെ നിയമിക്കണമെന്ന് പറയുന്നത്? സെന്റൻസ് ഓക്കെ മജിസ്ട്രേറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം സെന്റൻസ്. ഇനി പേഷ്യന്റ് who wants to make the statements before his death, such statements should be recorded in the patient's file in the presence of a magistrate. അല്ലെ, മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കണം മൊഴികൾ രേഖപ്പെടുത്തി പേഷ്യന്റിന്റെ ഫയലിനോടൊപ്പം ചേർക്കേണ്ടത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്, മജിസ്ട്രേറ്റ് ഇല്ല എങ്കിൽ ഇതിന്റെ ആ ഒരു അല്ലെ ഡിക്ലറേഷൻ അത് ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ദ presence of 3 persons, 3 പേഴ്സൺസിന്റെ സാന്നിധ്യത്തിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അത് ആരൊക്കെയാണെന്ന് പറയുന്നു? ആരൊക്കെയാണ്? നല്ല ഇമ്പോർട്ടന്റ് ആണോ ഈ പോയിന്റ്? ഇമ്പോർട്ടന്റ് ആണ്. വീഡിയോകളും അതിന്റെ ഏതെങ്കിലും ഒരു, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇത് നിർത്തി പറയാന്ന് വെച്ചത്. ചിലപ്പോഴൊക്കെ മജിസ്ട്രേറ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ചിലപ്പോ ഏതൊക്കെ പേഴ്സൺ എന്നുള്ള കാര്യത്തിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അത് പിന്നെ ഏത് ഫയലിനോടൊപ്പം കൂട്ടിച്ചേർക്കണമെന്നാണ് പറയുന്നത് എന്നുള്ളതും ചോദിക്കാറുണ്ട്. കാരണം പേഷ്യൻസിന്റെ ഫയലിനോടൊപ്പം തന്നെയാണ് ഇത് വെക്കുന്നത്. നമുക്കറിയാം അതിന്റെ ആവശ്യകത വെളിപ്പെടുത്തുന്നത് ആ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലെ. അപ്പൊ ഫയലിനോടൊപ്പം തന്നെയാണ് അത് സൂക്ഷിച്ചു വെക്കേണ്ടത്. അപ്പൊ എന്താണ് 3 പേഴ്സൺസ് എന്ന് പറയുന്നത്? ഏതൊക്കെ പേഴ്സൺസ് ആണ്? ഫിസിഷ്യൻ, നഴ്സ്, പിന്നെ ഒരാളും കൂടി പറയുന്നുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അതായത് നമ്മുടെ മാനേജ്മെന്റ് തലത്തിലുള്ള അല്ലെ നയരൂപീകരണങ്ങളൊക്കെ രൂപീകരിക്കാൻ പവറുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ള പേഴ്സൺ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കിട്ടിയോ? തന്നെ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തും കൂടി പോകാലോ. ചെറിയ പോയിന്റ്സ് ആണ്, കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നോക്കാം. കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കൂടെ കഴിഞ്ഞാൽ ഈ പേജ് കഴിയും. ജസ്റ്റ് ഒന്ന് നോക്കാം. Physicians have to complete the records before the discharge of patients wherever possible. അതായത് ഫിസിഷ്യൻസ് എന്തായാലും ഈ റെക്കോർഡ്സ് എല്ലാം അല്ലെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്കറിയാം പേഷ്യൻസിന്റെ റെക്കോർഡൊക്കെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകണം അല്ലെ. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത റെക്കോർഡ്സ് നമ്മളിപ്പോ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി പോകേണ്ടത് ഫിസിഷ്യന്റെ കൂടി മേൽനോട്ടത്തിൽ തന്നെ അത് രേഖപ്പെടുത്തി പോകണം എന്നുള്ളതാണ്. അത് ഏത് സമയത്ത് വേണേ നമുക്കറിയാം അപ് ടു ഡേറ്റ് ആയിട്ട് അതാത് ദിവസത്തെ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ട് എങ്കിൽ അല്ലെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യും. വേറെ പ്രൊസീഡ് ചെയ്ത സമയത്താണെങ്കിലും അത് കൈകാര്യം ചെയ്തെടുക്കണം.
Then otherwise they have to visit the medical record department continually to inspect all these discharge records for completion. അതായത് അങ്ങനെ അല്ലാതെ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് എപ്പോഴും മെഡിക്കൽ റെക്കോർഡ് അല്ലെ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചിട്ട് ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇൻസ്പെക്ഷൻ അല്ലെ അത് സെർച്ച് ചെയ്തൊക്കെ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു വിഷയം വരില്ല. അതല്ല എങ്കിൽ എന്താണ് മെഡിക്കൽ റെക്കോർഡ് നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ സെൻട്രലി എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഇൻ കേസ് ഡിസ്ചാർജ് ചെയ്ത് കഴിയുന്ന സമയത്ത് അത് അപ് ടു ഡേറ്റ് ആയിട്ട് ഇവിടെ ചെയ്തില്ലെങ്കിലും സെൻട്രലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി അപ്ഡേഷൻ ഒക്കെ നോക്കി എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. പേഷ്യന്റ് റെക്കോർഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കെപ്റ്റ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days. ഒരിക്കലും അല്ലെ 30 ദിവസത്തേക്കാൾ കൂടുതൽ അപൂർണമായിട്ടുള്ള കംപ്ലീറ്റ് അല്ലാത്ത രേഖകൾ സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പേഷ്യൻസിന്റെ റെക്കോർഡുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. എന്താണ് പറയുന്നത് അവിടെ കൃത്യമായിട്ടൊരു ദിവസം പറയുന്നുണ്ട്. 30 ദിവസത്തിലേക്ക് അധികം ഇൻകംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അല്ലെ കറക്റ്റ് ആയിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോയിട്ട് ചേർത്ത് പോയിട്ടില്ല എങ്കിൽ അതൊന്നും ഇൻകംപ്ലീറ്റ് അല്ലാതെ ഒരു 30 ദിവസം വരെ നിൽക്കാനായിട്ട് പാടില്ല എന്നുണ്ട്. അതും എന്താണ് ഇതിന്റെ ഒരു നയങ്ങളാണ്. കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് നമുക്ക് ആ ഒരു കോഡിങ്ങും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് നമുക്ക് നോക്കാം. അത് ഫസ്റ്റ് എന്താണ് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നു അല്ലെ. കൃത്യമായിട്ട് തന്നെ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് അവര് ചിലപ്പോഴെങ്കിലും അല്ലെ എന്തെങ്കിലും കാര്യത്തിൽ ഫിസിഷ്യൻസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫിസിഷ്യൻസ് ഹാവ് ടു കംപ്ലീറ്റ് ദ റെക്കോർഡ്സ് ബിഫോർ ദ ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ് വേർ എവർ പോസിബിൾ. ഏത് സമയത്താണെങ്കിലും അവരുടെ റെക്കോർഡ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് കൈകാര്യം ചെയ്ത് ഡിസ്ചാർജ് ഫോം ഒക്കെ കൈകാര്യം ചെയ്തിട്ടാണ് പേഷ്യൻസിനെയൊക്കെ പറഞ്ഞയക്കേണ്ടത്. ഇൻ കേസ് അതർവൈസ് അല്ലാത്ത പക്ഷം നമ്മൾ എന്താണ് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ റോങ് ആയിട്ട് അല്ലെ എവിടെയെങ്കിലൊക്കെ ഇൻകംപ്ലീറ്റ് ചെയ്യാതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനെ കണ്ടിന്യൂലി നമ്മൾ അതിന്റെ പരിശോധനയ്ക്കൊക്കെ ആയിട്ട് പോകേണ്ട വരും. നമുക്കറിയാലേ നമ്മൾ ഏതൊരു സ്ഥാപനത്തിലും വർക്കുകൾ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് തന്നെ പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. എവിടെയെങ്കിലും കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെയും അല്ല അല്ലെ ഓൾറെഡി നമുക്കുള്ള ഡ്യൂട്ടി അഡീഷണൽ ആയിട്ട് ഈ ഒരു എന്തെങ്കിലും ചെയ്ത് തീർക്കാത്ത ഡ്യൂട്ടി കൂടി വരും. അപ്പൊ ഇങ്ങനത്തെ ഡ്യൂട്ടി കൈകാര്യം ചെയ്യണമെങ്കിൽ ചിലപ്പോഴെങ്കിൽ എന്തെങ്കിലും ഡാറ്റാസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പോയി തെരഞ്ഞ് കണ്ടുപിടിച്ച് കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. ഇല്ലേ? ശരിയല്ലേ? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിസിറ്റ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കണ്ടിന്യൂലി ടു ഇൻസ്പെക്ട് ഓൾ ദീസ് ഡിസ്ചാർജ് റെക്കോർഡ് ഫോർ കംപ്ലീഷൻ. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുത്ത് അവിടെ ഓൾറെഡി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും സെൻട്രലി ആയതുകൊണ്ട്. പക്ഷെ നമ്മളുടേതായിട്ടുള്ള അല്ലെ നമ്മളിപ്പോ ഏതെങ്കിലും ഡ്യൂട്ടി പല ഡ്യൂട്ടികളൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് അത് ക്ലിയർ ചെയ്യാനായിട്ട് എപ്പോഴും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കേണ്ടതായിട്ട് വരുമല്ലോ. ഓക്കെ, ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്. തേർഡ് ഓക്കെ ആണോ? തേർഡ് പറയുന്നത് മോർ ദാൻ 30 days അല്ലെ 30 ദിവസത്തേക്കാൾ കൂടുതൽ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി വെക്കാൻ പാടില്ല അല്ലെ. ഇൻകംപ്ലീറ്റ് ആയിട്ട് ഒന്നും റെക്കോർഡ് ചെയ്യാതെ വെക്കാൻ പാടില്ല. ഏതൊരു പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ആയിട്ടൊക്കെ പോകേണ്ടതാണ്. നമുക്കറിയാം സെൻട്രലി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഡിസ്ചാർജ് സമയത്തൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ അവിടെ നിന്നൊക്കെ പറഞ്ഞേക്കും ചിലപ്പോഴൊക്കെ അല്ലെ. പക്ഷെ ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വരും. പക്ഷെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി സെൻട്രലിൽ പോയി കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. ദെൻ തേർഡ് പോയിന്റ് ആയിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം 30 ദിവസത്തേക്കാൾ കൂടുതൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും സൂക്ഷിക്കാനായിട്ട് പാടില്ല. എല്ലാം അപ്ഡേറ്റ് ആയിട്ട് 30 ദിവസത്തിനുള്ളിൽ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ് അതിൻ്റെതായ ഇഷ്യൂസിനെ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, കിട്ടിയോ? അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ?
ഓക്കെ ആണോ? അണ്ടർലൈൻ ചെയ്തോ? രണ്ട് മൂന്ന് കുറച്ച് പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയായിരുന്നു പ്രധാനമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇച്ചിരി കൂടി സ്പീഡ് കൂടാം എന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ലല്ലോ. 2 പേജ് വരെ നമുക്ക് ആക്കാം അല്ലേ? ഓക്കെ, നോക്കാം. എന്നാലത് മൂവ് ആവുള്ളൂ. 2.5 പേജിലേക്ക് ഒന്ന് പിടിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.